സിനിമാ സംവിധായകർ ഉൾപ്പെട്ട ലഹരി കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്ന് റെയ്ഡിന് നേതൃത്വം നൽകിയ എക്സൈസ് ഇൻസ്പെക്ടർ കെ.പി. പ്രമോദ്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് നീക്കങ്ങളെന്നും പ്രമോദ് ജനം ടിവിയോട് പറഞ്ഞു. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ലഹരി ഇടപാടുകളിൽ വിശദമായ ഒരു അന്വേഷണം എക്സൈസ് സംഘം നടത്തുന്നതിനിടയിലാണ് സംവിധായകരടക്കമുള്ള ആളുകൾ കൊച്ചിയിൽ പിടിയിലായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണിത്. സിനിമാ മേഖലയിൽ എത്രമാത്രം ലഹരി പിടിമുറുക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണം കൂടി തന്നെയാണ് എക്സൈസ് നടത്തിയിട്ടുള്ള ഈ പ്രധാനപ്പെട്ട നീക്കം. ഈ അന്വേഷണത്തിനുമൊപ്പം തന്നെ പരിശോധനയ്ക്കുമെല്ലാം നേതൃത്വം നൽകിയ എക്സൈസ് ഇൻസ്പെക്ടർ കെ.പി. പ്രമോദാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ, ഒരു വലിയ നീക്കം തന്നെയാണ് എക്സൈസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം സിനിമാ സംവിധായകരടക്കം ലഹരിയുടെ ഉപഭോക്താക്കളായി മാറുന്നു, ഇടപാടുകാരായി മാറുന്നു എന്ന് അറിയുമ്പോൾ തന്നെയാണ് എക്സൈസിന് കൃത്യമായ രഹസ്യ വിവരം ലഭിക്കുന്നതും അവരെ കയ്യോടെ ലഹരി ഇടപാടിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടാൻ കഴിയുന്നതും. എങ്ങനെയായിരുന്നു സാർ ഇതിന്റെ ഒരു ഓപ്പറേഷൻ? നമുക്ക് രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയൊരു നോർമൽ പരിശോധനയിൽ ഇവരെ ഇതുമായിട്ട് കിട്ടിയതാണ്. ഇവിടെ മറ്റേ പൂർവ്വ ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഇവർ 3 പേരും കൂടെ ഇത് ഉപയോഗിക്കുന്നതിനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്ന സമയത്താണ് നമ്മളവിടെ ചെല്ലുകയും പരിശോധന നടത്തുകയും ചെയ്ത് ഇവരെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പിടിച്ചത് ജാമ്യം ലഭിക്കാവുന്ന ചെറിയ അളവിലുള്ള കഞ്ചാവാണ്. അപ്പോൾ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവരെ നമ്മൾ മതിയായ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുള്ളതാണ്. പലപ്പോഴും ഇത്തരം കേസുകളിൽ പിന്നീട് രക്ഷപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ പരിശോധന, ശാസ്ത്രീയ പരിശോധനകളുടെ മറ്റു കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് കോടതിയിൽ നിന്ന് നമ്മൾ ഇവരുടെ ശാസ്ത്രീയ പരിശോധനകൾ അല്ലെങ്കിൽ മറ്റു പരിശോധനകൾ, മെഡിക്കൽ പരിശോധനകൾ എത്രമാത്രം അങ്ങനെ ചിലപ്പോൾ ഇവർ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ആ ഉപയോഗിച്ചെന്നുള്ളൊരു ഇത് കിട്ടാത്തതുകൊണ്ട് ആ ഒരു പരിശോധനയിലേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ അവരിത് ഹോൾഡ് ചെയ്ത് അവർക്ക് 3 പേരുടെയും അറിവോടുകൂടിയാണ് ഈ സംഗതി അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ 3 പേരെയും പ്രത്യേകം നമ്മൾ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം എങ്ങനെയൊക്കെയാണ് സർക്കാരിലുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെതിരെ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. മറ്റ് ഷൈൻ ടോൺ ചാക്കോയുമായി ബന്ധപ്പെട്ട കേസുകൾ എന്തെങ്കിലും? ഇല്ല, അതുമായിട്ട് ഒന്നും അറിയില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുന്നതായിരിക്കും. ആരാണ് എത്തിച്ചതെന്ന് അത് കാര്യങ്ങൾ പരിശോധിക്കും. വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം കെ.പി. പ്രമോദ് എക്സൈസ് ഇൻസ്പെക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ആരാണ് ഇവർക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചിരിക്കുന്നത്, അതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ച ആളുകൾ ആരെല്ലാമാണ്, മറ്റു സിനിമാക്കാർക്ക് ഈ കേസുമായി എന്താണ് ബന്ധമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് എക്സൈസ് സംഘം കടന്നിരിക്കുന്നത്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.